ബി.ജെ.പിയിലേക്ക് പോകുമെന്ന വാർത്ത നിഷേധിച്ച് മനീഷ് തിവാരി. വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മനീഷ് തിവാരി എംപിയുടെ ഓഫീസ് വ്യക്തമാക്കി. നോബിൾ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്ന്. നോബിൾ, ഞാൻ പോകില്ല എന്നാണോ മനീഷ് പറയുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ ബി.ജെ.പിയുമായി ആദ്യഘട്ട ചർച്ച നടത്തിയതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്ത് വന്നപ്പോഴായിരുന്നോ ഈ വിധത്തിലുള്ള വാർത്തകൾ കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചത്? ബെനിൽ, മനീഷ് തിവാരി എന്താണെങ്കിലും ബി.ജെ.പിയിലേക്ക് എന്ന വാർത്തയെ തള്ളുകയാണ്. താൻ ബി.ജെ.പിയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. വാർത്തകൾ അടിസ്ഥാനരഹിതം ആണ് എന്നാണ് മനീഷ് തിവാരിയുടെ ഓഫീസ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു മനീഷ് തിവാരി ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും ലുധിയാനയിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും അദ്ദേഹം തള്ളിയിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില പഠനപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയത്. പ്രത്യേകിച്ച് ആർ.പി.എൻ സിംഗ് അദ്ദേഹവുമായി ചർച്ച നടത്തി എന്നടക്കമുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും ഇപ്പോൾ മനീഷ് തിവാരി തള്ളുകയാണ്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ പലരും ബി.ജെ.പിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് മനീഷ് തിവാരിയും ബി.ജെ.പിയിലേക്ക് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായത് എന്നും ഏറ്റവും പ്രധാനമാണ്. എന്താണെങ്കിലും നിലവിൽ ഇതിലേക്ക് താൻ പോകുന്നില്ല, ബി.ജെ.പിയിലേക്ക് താൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന് നേരിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം പഞ്ചാബിൽ നിന്നുള്ള നവജോത് സിംഗ് സിദ്ധു അടക്കം 4 നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന വാർത്തകളും പ്രധാനമായും പുറത്തേക്ക് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പി.സി.സി അധ്യക്ഷനായിരുന്നു നവജോത് സിംഗ് സിദ്ധു. ആ സ്ഥാനത്ത് അദ്ദേഹം മാറ്റിയതിന് പിന്നാലെ അദ്ദേഹം സംസ്ഥാനത്ത് സമാന്തരമായ പല റാലികളും നടത്തുന്നുണ്ട്. അതിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിരവധി പരാതികൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും സിദ്ധുവും ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉണ്ട്. എന്താണെങ്കിലും മനീഷ് തിവാരി പോകുന്നില്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ബി.ജെ.പിയിലേക്ക് പോകും എന്ന് ഏറെക്കുറെ തീരുമാനമായ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് നാളെ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കും എന്നാണ് ലഭിക്കാൻ കഴിയുന്ന വിവരം. കമൽനാഥിനൊപ്പം തന്നെ മകൻ നകുൽനാഥ് ഉൾപ്പെടെയുള്ള 12 എം.എൽ.എമാരും ബി.ജെ.പിയിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും പഞ്ചാബിൽ ഒരു ദിവസത്തെ ആശ്വാസമുള്ളപ്പോഴും നവജോത് സിംഗ് സിദ്ധു ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവിടെ നിലനിൽക്കുകയാണ്. അതേസമയം കമൽനാഥ് ആണെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് എന്താണെങ്കിലും ഈ വാർത്തകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ വലിയ തന്നെ പ്രതിരോധത്തിൽ ആക്കുന്നുണ്ട്. ഒരു വശത്ത് പാർട്ടി വിജയത്തിന് വേണ്ടി പോരാടുമ്പോൾ മറുവശത്ത് പ്രധാന നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് വലിയ തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ അപ്പോഴും പല നേതാക്കളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കമൽനാഥ് ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വലിയ നീക്കങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. പോകുന്നവർ പോകട്ടെ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. എന്താണെങ്കിലും നിലവിൽ നവജോത് സിംഗ് സിദ്ധു ഉൾപ്പെടെയുള്ളവർ പോകുമെന്ന് പറയുമ്പോഴും മനീഷ് തിവാരി ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് പങ്കുവയ്ക്കുകയാണ്. ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന് മനീഷ് തിവാരി പറയുന്നത്, അത് നിഷേധിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുകയായിരുന്നു. അശോക് ചവാനും പിന്നീട് കമൽനാഥിന് ശേഷം മനീഷ് തിവാരി കൂടി ബി.ജെ.പിയിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന ആഘാതം വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ആശ്വാസമാകുന്നത്.